യുവത്വം തുളുമ്പുന്ന മലയാള നായികമാർ. മലയാള സിനിമയിൽ സുന്ദരിമാരായ ധാരാളം യുവ നായികമാർ ഈ അടുത്ത കാലത്തായി അരങ്ങേറ്റം കുറിച്ചു. ഇവരെല്ലാവരും തന്നെ അഭിനയശേഷിയുള്ളവരും മിടുക്കികളുമാണ്. ഇവരിൽ ചിലരെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വാതി നാരായണൻ. സുധി വാത്മീകം എന്ന സിനിമയിലെ 3 നായകന്മാരിൽ ഒരാളായിരുന്നു സ്വാതി നാരായണൻ. സ്വാതിയുടെ സ്വന്തം നാട് പെരുമ്പാവൂരാണ്. ഇപ്പോൾ സ്വാതി താമസിക്കുന്നതാകട്ടെ തൃശ്ശൂരിലെ തൈക്കാട്ടുശ്ശേരിയിലും. പെരുമ്പാവൂർ സ്വദേശിയായ ആശാ ശരത്തുമായുള്ള സൗഹൃദമാണ് സുധി വാത്മീകത്തിൽ അഭിനയിക്കുവാൻ സ്വാതിക്ക് അവസരമൊരുക്കിയത്. കുട്ടിക്കാലത്ത് ബാലതാരമായി സ്വാതി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ കാവേരിയുടെ കുട്ടിക്കാലം അഭിനയിച്ചത് സ്വാതിയായിരുന്നു. കുട്ടിക്കാലത്ത് മുതൽ സ്വാതി നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു. കുച്ചുപ്പുടി നൃത്തത്തിലാണ് സ്വാതിക്ക് കൂടുതൽ താല്പര്യം. സിനിമാ സംവിധായകൻ മോഹന്റെ ഭാര്യ അനുപമ മോഹന്റെ ശിക്ഷണത്തിലാണ് സ്വാതി കുച്ചുപ്പുടി അഭ്യസിച്ചത്. ഡൽഹിയിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു പൊതുവേദിയിലും തഞ്ചാവൂർ, ചിദംബരം തുടങ്ങിയ സ്ഥലങ്ങളിലെ പൊതുവേദികളിലും കുച്ചുപ്പുടി നൃത്തം അവതരിപ്പിക്കുവാൻ സ്വാതിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കുച്ചുപ്പുടി അഭ്യസിച്ചത് തന്റെ കലാജീവിതത്തിന് ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ടെന്ന് സ്വാതി പറയുന്നു. +2 വിദ്യാഭ്യാസം കഴിഞ്ഞ സ്വാതി ചെറുതുരുത്തി PNM ആയുർവേദ കോളേജിൽ നിന്നും ഡോക്ടർ ബിരുദം നേടി. അവിടെ പഠനം തുടരുമ്പോഴും നൃത്തം പരിശീലിച്ചിരുന്നു. ആന്ധ്രയിൽ കുച്ചുപ്പുടി എന്നൊരു ഗ്രാമമുണ്ട്. കുച്ചുപ്പുടി എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉത്ഭവം ആ ഗ്രാമത്തിലാണ്. കുച്ചുപ്പുടിയോടുള്ള വലിയ കമ്പം മൂലം സ്വാതി ആന്ധ്രയിലെ കുച്ചുപ്പുടി ഗ്രാമത്തിൽ പോകുകയും കുച്ചുപ്പുടി എന്ന നൃത്ത കലാരൂപത്തെക്കുറിച്ച് ഒതന്റിക്കായി പഠിക്കുകയും ചിന്നരവി ബാലകൃഷ്ണൻ എന്ന നൃത്താധ്യാപകന്റെ കീഴിൽ കുച്ചുപ്പുടി അഭ്യസിക്കുകയും ഒപ്പം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുച്ചുപ്പുടിയിൽ ഡിഗ്രിയും നേടുകയായിരുന്നു സ്വാതി. സുധി വാത്മീകം കഴിഞ്ഞ് സ്വാതി ഇല എന്നൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു. തുടർന്ന് മറ്റൊരു തമിഴ് സിനിമയുടെയും ഓഫർ സ്വാതിക്ക് ലഭിച്ചിട്ടുണ്ട്. ജർമ്മനിയിലാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ്. സ്വാതി മലയാളത്തിലും തമിഴിലുമായി വിജയകരമായി തന്റെ അഭിനയ ജീവിതം തുടരുകയാണ്. മാളവിക നായർ. കറുത്ത പക്ഷികൾ എന്ന മമ്മൂട്ടിയെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ കമൽ സംവിധാനം ചെയ്ത സിനിമയിലൂടെ മമ്മൂട്ടിയുടെ അന്ധയായ മകളുടെ വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് മാളവിക സിനിമയിലേക്ക് എത്തുന്നത്. അന്ന് മാളവിക ബാലതാരമായിരുന്നുവെങ്കിൽ ഇന്ന് മാളവിക മേജർ ആർട്ടിസ്റ്റ് ആയിരിക്കുന്നു. കറുത്ത പക്ഷികളെ തുടർന്ന് മായാ ബസാർ, യെസ് യുവർ ഓണർ, ശിക്കാർ, കണ്ടഹാർ, വാദ്യാർ, നോട്ടി പ്രൊഫസർ തുടങ്ങിയ നിരവധി സിനിമകളിൽ മാളവിക ബാലതാരമായി അഭിനയിച്ചിരുന്നു. സമീപകാലത്ത് മാളവിക അഭിനയിച്ച സിനിമ അക്കൽ ദാമയിലെ പെണ്ണ് എന്ന സിനിമയായിരുന്നു. ഇപ്പോൾ ജോൺസൺ എസ്തപ്പാന്റെ ഡഫേദാർ എന്ന സിനിമയിൽ നായികയായി മാളവിക അഭിനയിച്ചു കഴിഞ്ഞു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻസ് നടക്കുകയാണ്. +2 വിദ്യാർത്ഥിനിയായ മാളവിക നായർ ഈ വർഷം പഠനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാളവികയും തൃശൂർ സ്വദേശിയാണ്. അഭിനയ പ്രാധാന്യമുള്ള നല്ല വേഷങ്ങൾക്കായി മാളവിക കാത്തിരിക്കുകയാണ്. മോഡലിംഗിലൂടെയാണ് മെറീന മൈക്കിൾ സിനിമയിലെത്തുന്നത്. എന്നുൾ 1000 എന്ന തമിഴ് സിനിമയായിരുന്നു മെറീനയുടെ ആദ്യ സിനിമയെങ്കിലും മലയാളത്തിലാണ് കൂടുതൽ സിനിമകളിൽ മെറിൻ അഭിനയിച്ചത്. മുംബൈ ടാക്സി, ഹാപ്പി വെഡിങ് തുടങ്ങിയ മലയാള സിനിമകളിലാണ് മെറീന അഭിനയിച്ചത്. മെറീനയുടെ അരങ്ങേറ്റ സിനിമ റിലീസായിട്ടില്ല. ആ സിനിമയുടെ റിലീസിങ്ങിനുള്ള കാത്തിരിപ്പിലാണ് മെറീന. പരസ്യ ചിത്രങ്ങളിലും മോഡലിംഗിലും സിനിമ എന്ന പോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല സിനിമകൾക്കും നല്ല വേഷങ്ങൾക്കുമായി കാത്തിരിക്കുകയാണ് മെറീന മൈക്കിൾ എന്ന സുന്ദരിയായ നടി. ശ്രുതി രാമചന്ദ്രൻ. ദുൽഖർ സൽമാന്റെ നായികയായി ഞാൻ എന്ന സിനിമയിൽ കുറച്ചു സീനുകളിൽ മാത്രം അഭിനയിച്ചുകൊണ്ടാണ് ശ്രുതി സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ശ്രുതിയുടെ 2ാമത്തെ സിനിമയാണ് രഞ്ജിത്ത് ശങ്കർ നടൻ ജയസൂര്യയെ നായകനാക്കി സംവിധാനം ചെയ്ത പ്രേതം. ഈ സിനിമയിൽ 2 നായികമാരിൽ ഒരു നായികയാണ് ശ്രുതി. മറ്റൊരു നായിക ശരണ്യയായിരുന്നു. പ്രേതത്തിൽ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ശ്രുതി അവതരിപ്പിക്കുന്നത്. ശ്രുതി 5 വയസ്സുള്ളപ്പോൾ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. ധരണി ഡാൻസ് സ്കൂളിലെ ശ്യാമള സുരേന്ദ്രനായിരുന്നു ഗുരു. ഇപ്പോൾ പുനർജനിയിൽ നാരായണി ആന്റിയുടെ ശിക്ഷണത്തിൽ ഭരതനാട്യവും കുച്ചുപ്പുടി നൃത്തവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ സുവർണകാലത്ത് പോസ്റ്റർ ഡിസൈനിങ് രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പരസ്യകലാ ചിത്രകാരനായിരുന്ന SA നായരുടെ കൊച്ചുമകളാണ് ശ്രുതി. എറണാകുളം സ്വദേശിനിയായ ശ്രുതി ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള ഒരു കോളേജിൽ അധ്യാപികയായും ജോലി നോക്കുന്നുണ്ട്. ശരണ്യ. നടൻ ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ സ്വന്തം അനുജത്തിയായ ശരണ്യയുടെ ആദ്യ സിനിമ ജയസൂര്യയും സംവിധായകൻ രഞ്ജിത്ത് ശങ്കറും ചേർന്ന് നിർമ്മിച്ച
സുതി വാത്മീകം എന്ന സിനിമയായിരുന്നു. ശരണ്യയുടെ രണ്ടാമത്തെ സിനിമ ഇതേ ടീമിന്റെ തന്നെ പ്രേതം എന്ന സിനിമയാണ്. രഞ്ജിത് ശങ്കറിന്റെയും ജയസൂര്യയുടെയും ശിക്ഷണം ശരണ്യയ്ക്ക് ഏറെ ഗുണം ചെയ്തുവെന്ന് ശരണ്യ പറയുന്നു. സുതി വാത്മീകത്തിൽ ശരണ്യ അഭിനയിച്ചത് വളരെ ചെറിയൊരു വേഷമായിരുന്നു. എന്നാൽ പ്രേതത്തിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള വേഷമായിരുന്നു എന്ന് ശരണ്യ പറയുന്നു. പ്രേതത്തിലെ 2 നായികമാരിൽ ഒരു നായികയാണ് ശരണ്യ. മുംബൈയിൽ അഡ്വർടൈസിംഗ് ഫീൽഡിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയാണ് ശരണ്യ. ഇതുവരെ ക്യാമറയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ശരണ്യയ്ക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ക്യാമറയുടെ മുന്നിലെ കഷ്ടപ്പാടും ബോധ്യമായി. ഒരു ആക്ട്രസ് എന്ന നിലയിൽ ശരണ്യയ്ക്ക് ഏറെ സംതൃപ്തി നൽകിയ കഥാപാത്രമാണ് പ്രേതത്തിലെ കഥാപാത്രം. സിനിമയിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടിയാൽ തുടരുവാനാണ് ശരണ്യയുടെ താല്പര്യം. സത്യൻ അന്തിക്കാട് ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഭാഗ്യദേവത എന്ന സിനിമയിൽ ജയറാമിന്റെ അനുജത്തിയായി അഭിനയിച്ചുകൊണ്ട് സിനിമാ ലോകത്തേക്ക് എത്തിയ നടിയാണ് നിഖില വിമൽ. തുടർന്ന് ശ്രീബാലയുടെ ലവ് 24x7 എന്ന സിനിമയിൽ മേജർ ആർട്ടിസ്റ്റായി നായികയായി അഭിനയിച്ചു. ഈ സിനിമ കഴിഞ്ഞ ഉടനെ തമിഴിൽ ശശികുമാറിന്റെ നായികയായി വെട്രിവേൽ എന്ന സിനിമയിൽ അഭിനയിക്കാൻ നിഖിലയ്ക്ക് അവസരം കൈവന്നു. ഈ സിനിമയ്ക്ക് ശേഷം ശശികുമാറിന്റെ തന്നെ മറ്റൊരു പുതിയ പ്രൊജക്ടിലും നായികയായി നിഖില വിമൽ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ജൂലൈയിൽ പൂർത്തിയായി. മലയാള സിനിമയോട് എന്ന പോലെ തന്നെ തമിഴ് സിനിമയോടുമുള്ള താല്പര്യം കൊണ്ടാണ് നിഖില തമിഴ് സിനിമയിലും അഭിനയിച്ചത്. നിഖിലയുടെ അമ്മ നൃത്താധ്യാപികയാണ്. ശാസ്ത്രീയ നൃത്തത്തോട് നിഖിലയ്ക്ക് വലിയ താല്പര്യമാണ്. വ്യത്യസ്തതയുള്ള നല്ല നല്ല കഥാപാത്രങ്ങളുടെ അഭിനയത്തിൽ തുടരുവാനാണ് നിഖിലയ്ക്ക് താല്പര്യം. അപർണ ഫഹദ് ഫാസിലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരത്തിലൂടെയാണ് അപർണ സിനിമയിലേക്ക് എത്തുന്നത്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരന്റെ ഭാര്യ ശുപാർശ ചെയ്തതിലൂടെയാണ് അപർണയ്ക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. അഭിനയത്തോടൊപ്പം തന്നെ പാട്ടും ഡാൻസും അപർണ എന്ന കലാകാരിയുടെ കഴിവുകളാണ്. ഇത് മൂന്നും ഒരു പാക്കേജ് പോലെ മഹേഷിന്റെ പ്രതികാരത്തിൽ പെർഫോം ചെയ്യാൻ അപർണയ്ക്ക് അവസരം കിട്ടി. നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് അപർണ. സംഗീതം പാരമ്പര്യമായി കിട്ടിയതാണ്. ഇതിന് രണ്ടിനും ശേഷമാണ് അഭിനയം ഒരു വഴിത്തിരിവായി അപർണയുടെ ജീവിതത്തിലേക്ക് എത്തിയത്. മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ഗാനം അപർണ ആലപിച്ചിട്ടുണ്ട്. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ സിനിമയിൽ തുടരുവാനാണ് അപർണയുടെ പദ്ധതി. അഭിനയത്തോടൊപ്പം പഠനവും തുടരുന്ന അപർണയുടെ ഏറ്റവും പുതിയ സിനിമ സർവോപരി പാലാക്കാരൻ എന്ന സിനിമയാണ്. അനു സിത്താരയുടെ ആദ്യ സിനിമ പൊട്ടാസ് ബോംബ് എന്ന സിനിമയാണ്. നൃത്തവേദികളിലൂടെയായിരുന്നു അനു സിത്താരയുടെ തുടക്കം. കുഞ്ഞുനാൾ മുതൽ ഡാൻസ് പഠിച്ചിരുന്നു അനു സിത്താര. അമ്മ രേണുക തന്നെയാണ് അനു സിത്താരയുടെ നൃത്തത്തിൽ ഗുരു. വയനാട്ടിലെ കൽപ്പറ്റയിൽ ജനിച്ചു വളർന്നയാളാണ് അനു സിത്താര. അനു കലോത്സവ വേദികളിൽ നൃത്തത്തിൽ പങ്കെടുത്ത് കലാതിലക പട്ടവും നേടിയിട്ടുണ്ട്. നൃത്തത്തോടുള്ള അഭിനിവേശം മൂലം അമ്മയുമായി ചേർന്ന് നവരസ എന്ന പേരിൽ ഒരു ശാസ്ത്രീയ നൃത്ത വിദ്യാലയം നടത്തിവരുന്നു. ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് അനു സിനിമയിലേക്ക് എത്തുന്നത്. പൊട്ടാസ് ബോംബിനു ശേഷം അനു സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിൽ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചു. തുടർന്ന് അനാർക്കലിയിൽ അഭിനയിച്ചു. ഇപ്പോൾ നവൽ എന്ന ജൂവൽ, മറുപടി, സർവോപരി പാലാക്കാരൻ തുടങ്ങിയ സിനിമകളിലും അനു അഭിനയിക്കുന്നു. ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിലും അനു മികച്ച വേഷം കൈകാര്യം ചെയ്തിരുന്നു. നവൽ എന്ന ജൂവൽ എന്ന സിനിമയിൽ ശ്വേതാ മേനോന്റെ ചെറുപ്പകാലമാണ് അനു അവതരിപ്പിക്കുന്നത്. നൃത്തരംഗത്ത് അനുവിന്റെ ഗുരു അമ്മയാണെങ്കിലും അനുവിന്റെ പിതാവ് അബ്ദുൾ സലാമാണ് അനുവിനെ സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. മുനിസിപ്പൽ കൗൺസിൽ സെക്രട്ടറിയായ പിതാവ് നല്ലൊരു നാടക നടനും കൂടിയായിരുന്നു. നല്ല അവസരങ്ങൾ ലഭിച്ചാൽ സിനിമയിൽ തുടരുവാനാണ് അനുവിന്റെ തീരുമാനം. ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിലൂടെയാണ് ദൃശ്യ സിനിമയിലേക്ക് എത്തുന്നത്. തൃശ്ശൂരാണ് ദൃശ്യയുടെ വീട്. ദൃശ്യയ്ക്ക് ചെറുപ്പം മുതലേ സിനിമയോട് വല്ലാത്ത പാഷനായിരുന്നു. ദൃശ്യയുടെ വീട്ടിൽ ആരും സിനിമാക്കാരില്ല. അതുകൊണ്ട് തന്നെ ദൃശ്യ സിനിമയിൽ വരുന്നതിനോട് വീട്ടുകാർക്ക് വല്ലാത്ത എതിർപ്പായിരുന്നു. ദൃശ്യ വളർന്നതും പഠിച്ചതും മസ്കറ്റിലായിരുന്നു. അവിടെ കേരള വിംഗ് എന്നൊരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബിൽ കലാപരിപാടികളിലും ദൃശ്യ പങ്കെടുക്കുമായിരുന്നു. അവിടെയുള്ളവരും കൂട്ടുകാരുമാണ് ദൃശ്യയ്ക്ക് സിനിമയിൽ അഭിനയിക്കുവാനുള്ള പ്രോത്സാഹനം നൽകിയത്. അവർ ദൃശ്യയുടെ പാരന്റ്സിനോട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ദൃശ്യ സിനിമയിൽ എത്തിയത്. സിനിമയെക്കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ചും കൂടുതൽ പ്രൊഫഷണലായി പഠിക്കണമെന്നാണ് ദൃശ്യയുടെ ആഗ്രഹം. ദൃശ്യയുടെ അച്ഛൻ മസ്കറ്റിലാണ്. അമ്മയും ഒരുമിച്ചാണ് ദൃശ്യ ഷൂട്ടിങ്ങിന് പോകുന്നത്. അച്ഛൻ ദൃശ്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. നല്ല നല്ല അവസരങ്ങൾക്കായി ദൃശ്യ വെയിറ്റ് ചെയ്യുകയാണ്. അനു ഇമ്മാനുവൽ കമൽ സംവിധാനം ചെയ്ത സ്വപ്നസഞ്ചാരി എന്ന സിനിമയിലൂടെയാണ് അനു സിനിമയിലേക്ക് എത്തുന്നത്.
സ്വപ്നസഞ്ചാരിയിൽ ജയറാമിന്റെ മകളുടെ വേഷത്തിലാണ് അനു ഇമ്മാനുവേൽ അഭിനയിച്ചത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കഥ തുടരുന്നു. കമൽ സംവിധാനം ചെയ്ത സ്വപ്നസഞ്ചാരി എന്നീ സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അനുവിന്റെ അച്ഛൻ തങ്കച്ചൻ ഇമ്മാനുവേൽ. അനുവിന് സിനിമ എന്നാൽ ജീവനാണ്. ഇതിനു കാരണം സ്വന്തം പിതാവ് ഒരു സിനിമാ നിർമ്മാതാവായതുകൊണ്ട് കൂടി ആയിരിക്കണം. അനു വളർന്നതും പഠിച്ചതുമൊക്കെ അമേരിക്കയിലെ ടെക്സാസിലായിരുന്നു. സ്വപ്നസഞ്ചാരിക്ക് ശേഷം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു വേണ്ടി അനു വീണ്ടും അമേരിക്കയിലേക്ക് പറന്നു. അമേരിക്കയിൽ നിന്നും അനു വീണ്ടും മടങ്ങിയെത്തിയത് ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളിയുടെ നായികയായി അഭിനയിക്കുവാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് 2 തെലുങ്ക് സിനിമകളിൽ കൂടി അനു നായികയായി അഭിനയിച്ചു. ഒരു തെലുങ്ക് സിനിമയുടെ പേര് ഓക്സിജൻ എന്നാണ്, മറ്റൊന്നിന്റെ പേര് തീരുമാനമായിട്ടില്ല. അമൽ നീരദ്, ദുൽഖർ സൽമാൻ സിനിമയിൽ നായികയായി അഭിനയിക്കുവാൻ അനുവിന് അവസരം ലഭിക്കുകയും 10 ദിവസം അഭിനയിക്കുകയും ചെയ്തുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സിനിമ തുടരുവാൻ അനുവിന് കഴിഞ്ഞില്ല. ഏത് ഭാഷയിലാണെങ്കിലും നല്ല നല്ല അവസരങ്ങൾ കൈവന്നാൽ അനു തീർച്ചയായും അഭിനയിക്കും. പ്രയാഗ മാർട്ടിൻ. പാവ എന്ന സിനിമയിലൂടെയാണ് പ്രയാഗ മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത്. പക്ഷേ രണ്ടാമത് അഭിനയിച്ച ഒരു മുറൈ വന്ന് പാർത്തായ എന്ന സിനിമയാണ് മലയാളത്തിൽ പ്രയാഗയുടെ ആദ്യം റിലീസായ സിനിമ. ഒരേ മുഖം എന്ന സിനിമയിലും നായികയായി അഭിനയിച്ചിട്ടുള്ള പ്രയാഗ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തൂടെയാണ്. തമിഴിൽ പ്രശസ്ത സംവിധായകരായ മിഷ്കിനും ബാലയും ചേർന്നെടുത്ത പിശാച് എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് പ്രയാഗ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പ്രയാഗയുടെ ഏറ്റവും പുതിയ മലയാള സിനിമയായ ഒരേ മുഖം ഉടൻ തിയേറ്ററുകളിലെത്തും. പ്രേക്ഷകർക്ക് നല്ല നല്ല മെസ്സേജ് കൊടുക്കുവാൻ കഴിയുന്ന കഥാപാത്രങ്ങളിലൂടെ സിനിമയിൽ തുടരുവാനാണ് പ്രയാഗയ്ക്ക് താല്പര്യം. പേളി മാണി. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് പേളി മാണി സിനിമയിലേക്ക് എത്തുന്നത്. ഇതേസമയം ഉണ്ണി മുകുന്ദനോടൊപ്പം ലാസ്റ്റ് സപ്പർ എന്ന സിനിമയിലും പേളി അഭിനയിച്ചു. തുടർന്ന് ഡബിൾ ബാരൽ, ലോഹം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച പേളി മാണിയുടെ ഏറ്റവും പുതിയ സിനിമ രഞ്ജിത്ത് ശങ്കറിന്റെ പ്രേതം എന്ന സിനിമയാണ്. ബൈക്ക് റൈഡിങ്ങിലുള്ള അമിത താല്പര്യമാണ് പേളി മാണിയെ സിനിമയിൽ എത്തിച്ചതെന്ന് പേളി മാണി പറയുന്നു. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയിൽ ഒരു ബൈക്ക് ഹണ്ടിംഗ് ഗേളായിട്ടാണ് പേളി മാണി അഭിനയിച്ചത്. ഇതിനിടയിൽ നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഒരു തെലുങ്കു സിനിമയിലും പേളി മാണി നായികയായി അഭിനയിച്ചു. ആ സിനിമയിൽ ഒരു തെലുങ്ക് പാട്ടും പേളി മാണി പാടിയിട്ടുണ്ട്. മലയാളം സിനിമയിലും പേളി മാണി പാടിയിട്ടുണ്ട്. ലാസ്റ്റ് സപ്പർ എന്ന സിനിമയിൽ ഒരു അറബിക് സോങ് ആണ് പേളി മാണി പാടിയത്. ഇതുവരെ കുറെ സിനിമകളിൽ പേളി അഭിനയിച്ചുവെങ്കിലും മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയാണ് പേളി മാണിയെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി മാറ്റിയത്. ഈ പ്രോഗ്രാമിലെ ആങ്കർ എന്ന നിലയിൽ പേളിക്ക് ആരാധകർ ഏറെയാണ്. ആലുവയിൽ തോട്ടുമുഖത്താണ് പേളി മാണിയുടെ തറവാട്. സിനിമയും ആങ്കറിങ്ങും പ്രൊഫഷനായി കൊണ്ടു നടക്കുന്ന പേളി നല്ല നല്ല സിനിമകൾ കിട്ടിയാൽ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കുമെന്ന് അറിയിച്ചു.